ലക്ഷ്മിയുടെ PR വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ മെന്റലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും. ഇത് പക്ഷേ മസ്താനിയുടെ പേര് പറഞ്ഞിട്ടായിരുന്നല്ലോ ഈ ഒരു അലിഗേഷൻ വന്നത്. ഇപ്പൊ മസ്താനിയും ഒനിൽ ചേട്ടനും ഇതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നോ? ഞാൻ മസ്താനിയെ വിളിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മസ്താനിയുടെ ഗെയിം അതെന്താന്ന് വെച്ചാൽ അത് ആൾക്കാർ വിലയിരുത്തുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ മസ്താനിയായിട്ട് വലിയ തെറ്റില്ലാത്ത ഇക്വേഷൻ ആയിരുന്നു. അതായത് നമ്മൾ ആ സമയത്ത് മറ്റേ നമ്മുടെ ഫാക്ടറി ടാസ്ക് ചെയ്തു. അപ്പം മസ്താനിൻ്റെ ടീമിലായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള സ്പോൺസർ ടാസ്കിലാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതൊരു ഇഷ്യൂ അല്ല, ലാലേട്ടനോട് ഒരു ഇഷ്യൂ അല്ല, അതൊരു ആക്സിഡന്റ് ആണ്. ഒരു ആക്സിഡന്റ് ആണ്. തട്ടി വീണിട്ട് നമ്മൾ ആരെ വേണമെങ്കിലും കയറി പിടിക്കുക എന്നുള്ള രീതിയിൽ. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിളിൽ അപ്പൊ ആ ഒരു കേസ് ബിഗ് ബോസിനോട് എനിക്ക് ബിഗ് ബോസിനോടും ജിയോ ഹോട്ട്സ്റ്റാറിനോടും ഏഷ്യാനോടും അധികമായ കടപ്പാടുണ്ട്. അത് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് തന്നെ, മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഔട്ട്സൈഡ് ഓഫ് ബിഗ് ബോസ് ഒരു കേസ്, ഒരു ഡിഫമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിക്കാണ്. കാരണം അവൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. സർഫസ് ലെവൽ നോളജ് വെച്ചിട്ട് കളിക്കുന്ന ആ ഒരു വൃത്തികെട്ട ചീപ്പ് ഗെയിം ഉണ്ടല്ലോ, ഡേർട്ടി ഗെയിം, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, നമ്മളെല്ലാത്തിനും അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇപ്പം മസ്താനിയായിട്ട് ഞാൻ എങ്ങനെ ഡീൽ ചെയ്തെന്ന് അറിയുമോ? മസ്താനി ഇങ്ങനെ ഒരു വിഷയമെന്ന് പറയുമ്പോൾ മസ്താനിയുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുക. മസ്താനിയോട് സോറി പറയാം, മസ്താനി സോറി, നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തതിന് നമുക്കത് ക്ലിയർ ചെയ്യാം, ഇത്രേ ഉള്ളൂ ഇഷ്യൂ. മസ്താനി എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് മസ്താനി വന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അത് ലക്ഷ്മി വന്നിട്ട് അത് മുതലെടുത്തു. അപ്പൊ ലക്ഷ്മി എന്ത് ചീപ്പ് ഗെയിം, എന്ത് ഡേർട്ടി ഗെയിം കളിക്കുന്നത്? അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പുറത്ത് ആൾക്കാർ ചീപ്പ് ഗെയിം ഡേർട്ടി ഗെയിം എന്ന് വിളിക്കുന്നതല്ല, ഉള്ളിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന ചീപ്പ് ഗെയിം ഡേർട്ടി ഗെയിം. ഇപ്പോൾ വരെ അക്ബർ ചീപ്പ് ഗെയിം ഡേർട്ടി ഗെയിം എന്ന് അവളെ പറയുന്നുണ്ട്, ലക്ഷ്മിനെ. അത്രേ ഉള്ളൂ. അവളുടെ കളി തന്നെ ലൈക്ക് ഒരു ചീപ്പ് ഗെയിം ഡേർട്ടി ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ പെടുന്ന ഒരാളാണ് ലക്ഷ്മി.